വ്ലോഗ് തന്നെ. ഞങ്ങള് വൈബ് അടിച്ച് പോകണ്ടെങ്കിൽ ഇപ്പോൾ വൈബ് പാട്ട് കിട്ടി ഞങ്ങൾക്ക്. ഹലോ, അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഞാനും ദേവിയും കൂടി ഞാനവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുച്ചേൻ്റെ കല്യാണത്തിൻ്റെ അടുത്തായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിൻ്റെതായ ഗ്രൂം ട്യൂബി ബ്രൈഡ് ട്യൂബി ഒക്കെ എടുക്കാനായിട്ട് ഇരിഞ്ഞാലവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരിഞ്ഞാലവിടേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ ഇറങ്ങിയിട്ടാണ്. ഓട്ടോക്കാരെന്ത് സാധനം ഇവിടേക്ക് വഴിയിലൊന്നും ഇറക്കില്ല, ഇറക്കി തരുന്ന കൂടിയില്ല. ഞാൻ വിയാനവിടെ എത്തിച്ചോക്കണ്ടിട്ടാ, അത് കാണിച്ചു കൊടുക്കും. വിയാനെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് എത്താറായി നടന്നുകൊണ്ടിരിക്കുക. ഈ വഴിക്ക് അയാൾ കയറ്റിയില്ല. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ പോകട്ടെ. അപ്പോൾ ഇത്രയും നേരം അവിടെ ഞങ്ങൾ എത്തിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട പക്ഷെ ഓടി ഇതേ അവിടെ വണ്ടിയുടെ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നാണാണ്. തുടക്കമൊക്കെ കാണുമ്പോൾ നല്ല നാണിച്ചിട്ട് ആൾ നിൽക്കണം. അതല്ല വേറെ അപ്പുചേട്ടൻ്റെ ഫോട്ടോസ് അടിപൊളി ഫോട്ടോസാണ്, സൂപ്പർ ഫോട്ടോസാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. നല്ല ഫോട്ടോസാണ്, അടിപൊളി ഫോട്ടോസാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പുചേട്ടൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ നോക്കിയിരിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 12:30-12:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞാൻ മാത്രം റെഡി ആയിട്ടുണ്ട്. ഇതാണ് വിയാൻ ഡ്രസ്. ഹലോ ഹലോ അപ്പം ഞങ്ങളെങ്ങോട്ട് പോണേ? അപ്പുചേട്ടൻ്റെ ബ്രൈഡ് ടു ബി എടുക്കാനായിട്ട്. ഗ്രൂം ടു ബി പെണ്ണും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ബ്രൈഡ് ടു ബി ഗ്രൂം ഒരുമിച്ചെടുക്കാൻ പെണ്ണും ചക്കനും കൂടിയിട്ട് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ റെഡി ആയി. ഞാൻ പോകാൻ കഴിയുന്നത് സെറ്റാവണം. ഓക്കെ, ബൈ ബൈ. നമ്മളെ കല്യാണ ചിക്കൻ ഞങ്ങളെ ഇറങ്ങിയിട്ടാ പോവാനായിട്ട് ഇറങ്ങി. മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. നന്നാവും. നമ്പറേക്ക് തന്നെയല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് എടുത്തൊരു ഷോപ്പിൽ കയറിയിട്ടാണ് ഗ്രൂമിനും ബ്രൈഡിനും ആവശ്യമായ കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ അതും കൂടി വാങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കേക്ക് വാങ്ങാനായിരുന്നു. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങാനായിട്ട് ബേക്കറിക്കും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. നല്ല കേക്ക്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല റെഡ് കളർ ലവ് ഷേപ്പിലുള്ളതായിട്ട് നല്ല കേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിസ്മയേച്ചിനും കൂടി പിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് വിസ്മയേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. ഒരു അടിച്ചുകൂടി പാട്ട് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചിരിക്കണ പാട്ട് കണ്ടില്ലേ? ഒരു ബ്രൈഡ് ടു ബി ഇതിനൊക്കെ പോകുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ട്. ഞങ്ങള് പാട്ടിന്റെ വൈബ് അടിച്ച് പോയോണ്ടിരിക്കുന്നു. റേഡിയോ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പാട്ട് വരുന്നുണ്ട്. പാട്ട് വന്നാൽ അടുത്തതിൽ കാണാം. അപ്പോൾ ഞങ്ങൾ വിസ്മയേച്ചിയുടെ അടുത്തേക്ക് എത്തിയിട്ട് ആ വിസ്മയേച്ചിനെയും കൂടി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സ്നേഹതീർത്ഥിക്കാണ്. സ്നേഹതീർത്ഥാണ് നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടേക്ക് ചേച്ചിയുടെ വീട്ടുകാരും വരും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എല്ലാ പരിപാടികളും. അപ്പോൾ ഞങ്ങൾ വിസ്മയേച്ചിനെയും കൂടി പിക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. നല്ല പാട്ട് കേട്ടാ. വൈബ് അടിച്ച് പോകണ്ടെങ്കിൽ ഇപ്പോൾ വൈബ് പാട്ട് കിട്ടി ഞങ്ങൾക്ക്.
അപ്പൊ ഞങ്ങൾ സ്നേഹതീരം ബീച്ചിലെത്തിയിട്ട് ഞങ്ങൾ എത്തിയ ടൈമിൽ ഇനി ഒരു ചേച്ചിയുടെ വീട്ടുകാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ആൾക്കാരും അധികം ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾക്ക് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം കേക്ക് എടുത്തിട്ട് വന്നു. അവർ ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബലൂൺ വീർപ്പിക്കലും അത് ഇതൊക്കെ കുറച്ച് ടൈം അതിന് പോയിട്ടാ. പിന്നെ ബ്രൈറ്റ് ടു ബിയുടെ ആ ടാഗിൻ്റെ ഇതിൽ ഞാൻ പിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ലേഡും പിന്നെ ആ സ്റ്റാപ്ലർ പിന്നൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അപ്പോൾ എല്ലാം ബലൂൺ വീർപ്പിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സെറ്റ് ചെയ്ത് നിൽക്കാണ്ട് കേക്ക് മുറിക്കാനായിട്ട് രണ്ടുപേരും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ബ്രൈറ്റ് ട്യൂബ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് നിൽക്കായിരുന്നു. അതിന് മുമ്പ് അവരുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യലും ബലൂൺ വീർപ്പിക്കലും നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 6 എനിക്ക് അമ്മ അതിനടിക്കുന്നോടെ വെള്ള ആയിട്ട് നിക്കട്ടെ. ബ്ലോഗ് തന്നെ പൂജയുടെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പൊളിച്ചടക്കി നിൽക്കണം. അതെ, കേക്കൊക്കെ മുറിച്ച് ഫോട്ടോസ് അപ്പൂജാൻ്റെ ഒപ്പം എടുത്തു, ചേച്ചിയുടെ ഒപ്പം എടുത്തു. ഇനി കുറച്ച് ഇതൊക്കെ ഈ ഉപകരണങ്ങൾ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ എവിടേക്ക് വന്നിരിക്കുന്നത്? സ്നേഹതീരത്തേക്കാണ്. അപ്പൊ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. ചേട്ടന് വേറൊരു കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേഗം പോകണ്ടോന്നു, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോകും കേട്ടോ. ഞാൻ കേട്ടോ ദേവിക തല വയ്ക്കൂ. അമ്മേ എൻ്റെ മുടി നോക്കട്ടെ, കുറച്ച് ഇറക്കി വയ്ക്കുക തലേന്ന്. കൊള്ളാം. കാതൽ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് നല്ല ഉറക്കമായിട്ടാണ്. അപ്പൊ ദേവിക ശല്യം ചെയ്യാണ്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ പാട്ടും കേട്ടൊക്കെ, ഞാൻ ഉറങ്ങിയില്ല, ഞങ്ങൾ പാട്ടും കേട്ടൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. പിന്നെ അടിപൊളിയായിരുന്നു. പൂജയുടെ ഒരു കല്യാണത്തിന് പോകാൻ നിൽക്കട്ടോ. എന്ത് ഗെയിം കളിക്കണം ഞാൻ? സോക്സ് അല്ലേ? പൂജാടം പോണതിന് പിന്നാലെ പിന്തുടർന്ന് ഞങ്ങൾ 3 പേര് കൂടി ടാറ്റ കൊടുത്തോണ്ടിരിക്കുന്നു. ടാറ്റ കൊടുക്കൽ നിർത്തലല്ലേ, കാറിൻ്റെ അവിടെ പോയിട്ട് വീണ്ടും ടാറ്റ കൊടുക്കലോട് ടാറ്റ കൊടുക്കുക. ഞാനും വിയാനും ദേവിയും കൂടിയിട്ട് ഇതിനെ കൊണ്ടുപോവോ, ഇതിനെ കൊണ്ടുപോവോ? നന്നായി, ഇതൊരു വ്ലോഗായിട്ട് തന്നെ. പാടി കളിച്ചോ? നാണായി വിയാൻ നാണായി ബാക്ക് ചെയ്യാൻ നിൽക്കുന്നത് ദേവികയുടെ. ക്ഷീണിച്ചു. അതെ അല്ലേ അമ്മേ? അമ്മേ എനിക്ക്. അപ്പൊ ദേ എല്ലാവരും ബ്രൈറ്റ് ട്യൂബും റൂം ട്യൂബും ഒക്കെ എടുത്ത് വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പൊ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. പറയുന്നില്ല ചാനലിലെ പേര് പറയും. അഷേവിയാണ് പേരാണുള്ള പേരുള്ള എൻ്റെ ചാനലിലെ പേരാണ് അഷേവിയ.
അക്ഷയ് വിയ എന്ന് പറഞ്ഞ അവൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുട്ടി കുറേ നേരമായി പറയണം. പറഞ്ഞേടാ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലും ശരി. അപ്പോൾ ഓക്കെ ബൈ ബൈ.